നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പൊസിഷൻ ടൈം ഗ്രാഫാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ അതിന്റെ റിലേഷൻ പഠിച്ചതാണ്, അതിന്റെ ഗ്രാഫ് പഠിക്കാൻ പോവാണ്. പൊസിഷൻ പൊസിഷൻ ടൈം ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ബോഡി പല പല അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഉള്ള പൊസിഷൻ ടൈം ഗ്രാഫാണ് വരയ്ക്കുന്നത്. ഒന്ന്, ബോഡി റെസ്റ്റിൽ ഇരിക്കുമ്പോൾ ഉള്ള പൊസിഷൻ ടൈം ഗ്രാഫ്. രണ്ട്, ബോഡി യൂണിഫോം വെലോസിറ്റിയിലായിരിക്കുമ്പോൾ ഉള്ള പൊസിഷൻ ടൈം ഗ്രാഫ്. മൂന്ന്, ബോഡി നോൺ യൂണിഫോം ആക്സിലറേഷനിൽ ഇരിക്കുന്ന സമയത്തുള്ള എന്താണ് പൊസിഷൻ ടൈം ഗ്രാഫ്. അങ്ങനെ മൂന്ന് കേസസ് ആയിട്ടാണ് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് പഠിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫിന് ഇങ്ങനെ ഒരു മൂന്ന് അവസ്ഥകളിൽ, മൂന്ന് കേസുകളിലുള്ള വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് പഠിക്കും. അതിനകത്ത് രണ്ട് കേസുകളിലുള്ള ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? ശ്രദ്ധിച്ച് ഇരുന്നോണം. ഓരോന്നും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂമറികളൊക്കെ ഗ്രാഫിൽ നിന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഗ്രാഫ് ക്ലിയർ ആയിട്ട് മനസ്സിലാവാതെ ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഇവിടെ കേസ് 1 എന്ന് എഴുതാം. കേസ് 1 എന്ന് എഴുതാം. എന്നിട്ട് ആ കേസ് എന്ന് പറയുമ്പോൾ ബോഡി അറ്റ് റെസ്റ്റ്. റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ അത് കൺസിഡർ ചെയ്യാം? ഇപ്പൊ ഒരു ഉദാഹരണമാണെങ്കിൽ ഇതൊരു മേശയാണ്. ഈ മേശയുടെ മണ്ടയ്ക്ക് മേശ 1 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പം മേശയുടെ മണ്ടയ്ക്ക് ഒരു ബുക്ക് ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ 1 മീറ്റർ ഹൈറ്റിലാണ് അതിന്റെ പൊസിഷൻ ഇരിക്കുന്നത്. ഞാൻ 10 മണിയായപ്പോഴാണ് ഈ ബുക്ക് ഇവിടെ കൊണ്ടുവച്ചത്. 10 AM ബുക്ക് ഇവിടെ കൊണ്ടുവച്ചു. 10.01 AM ആയി, 10.02 AM ആയി, 10.03 AM ആയി, 10.04 AM ആയി, 10.05 AM ആയി, 10. ഓരോ സെക്കൻഡ് കഴിഞ്ഞപ്പോഴും അതിന്റെ പൊസിഷൻ എന്ത് തന്നെയാ? ബോഡി അറ്റ് റെസ്റ്റാ. അതിന്റെ പൊസിഷൻ എന്ത് തന്നെയാ? 1 മീറ്റർ തന്നെയാ. 10 മണിയായപ്പോഴും, 10:01 ആയപ്പോഴും, 10:02 ആയപ്പോഴും, 10:03 ആയപ്പോഴും, 10:04 ആയപ്പോഴും, 10:05 ആയപ്പോഴും, 10:06 ആയപ്പോഴും ഒക്കെ അതിന് പൊസിഷന് മാറ്റമില്ല. പൊസിഷൻ ഫിക്സ്ഡ് ആണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് എങ്ങനെ വരയ്ക്കാം? പൊസിഷൻ ടൈം ഗ്രാഫിന്റെ എപ്പോഴും പൊസിഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് y ആക്സിസിലും ടൈം റെപ്രസെന്റ് ചെയ്യുന്നത് x ആക്സിസിലും ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. ഇത് പൊസിഷൻ, ഇത് ടൈം, പൊസിഷൻ, ഇനി നമുക്ക് ഇവിടെ ഇപ്പൊ ഒരു ഫസ്റ്റ് ഒരു 1 സെക്കൻഡ്, ഇത് 2 സെക്കൻഡ്, ഇത് 3 സെക്കൻഡ്, ഇത് 4 സെക്കൻഡ് എന്നങ്ങ് എടുക്കാം. ഇവിടെ പൊസിഷൻ എന്താണ്? ഇത് ഒരു 1 മീറ്റർ മാർക്ക്, ഇത് 2 മീറ്ററിന് മാർക്ക്. ശ്രദ്ധിക്കുക, പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് നമ്മൾ പഠിക്കുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ കേസ് 1 ബോഡി അറ്റ് റെസ്റ്റ്. ബോഡി അറ്റ് റെസ്റ്റിന്റെ നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഒരു ടേബിളിന്റെ മണ്ടയ്ക്ക് ബുക്ക് ഇരിക്കുന്നു. ആ ടേബിളിന്റെ മണ്ടയ്ക്ക് ബുക്ക് എപ്പോൾ വരെ ഇരിക്കും? ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നിടം വരെ ഇരിക്കും. അപ്പം 10 മണിയാകുമ്പോൾ ആ ബുക്ക് ആ ടേബിളിന്റെ മണ്ടയ്ക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ 10:01 ആകുമ്പോഴും, 10:02 ആകുമ്പോഴും, 10:03 ആകുമ്പോഴും, 10:04 ആകുമ്പോഴും, 10:05 ആകുമ്പോഴും ഒക്കെ ആ ബുക്ക് അതിന്റെ മണ്ടയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ടൈം പോകുന്തോറും പൊസിഷന് വ്യത്യാസമൊന്നുമില്ലെങ്കിൽ, അതായത് ആദ്യത്തെ ഒരു സെക്കൻഡിൽ 10:01 ആയപ്പോൾ എന്താണ്? ബുക്ക് 1 മീറ്ററിലാണ്. ഇവിടെ 1 മീറ്ററാണ്. 2 സെക്കൻഡ് ആയപ്പോഴും 1 മീറ്ററിലാണ്. 3 സെക്കൻഡ് ആയപ്പോഴും 1 മീറ്ററിലാണ്. 4 സെക്കൻഡ് ആയപ്പോഴും 1 മീറ്ററിലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ചേർത്തിട്ട് നിങ്ങളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഇല്ലേ? അപ്പം ഈ ഗ്രാഫിന്റെ ഫീച്ചർ, ഈ ഗ്രാഫ് വരച്ചതിന്റെ താഴോട്ട് ഞാൻ ഈ സൈഡിലോട്ട് എഴുതുകയാണ്. നമുക്ക് ഇങ്ങനെ എടുക്കാം. അതായത് ഇവിടെ പൊസിഷൻ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് അപ്പൊ ഇവിടെ പൊസിഷൻ കോർഡിനേറ്റ് എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. പൊസിഷൻ എന്താണ്? ഫിക്സ്ഡ് ആണ്. ശരിയല്ലേ? അതായത് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് പഠിക്കുന്നത്. കേസ് 1 എന്താണ്? ബോഡി അറ്റ് റെസ്റ്റ്. റെസ്റ്റിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുവാണെങ്കിൽ അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്തായിരിക്കും? അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഒന്നുമില്ല. ടൈം കൂടുന്നതിനനുസരിച്ച് പൊസിഷന് വ്യത്യാസമൊന്നുമില്ല. 1 മീറ്റർ ഹൈറ്റിൽ ഒരു ബുക്ക് ഇരിക്കുവാണെങ്കിൽ അത് അവിടെ നിൽക്കുന്നിടം വരെ എന്തായിരിക്കും? ആ ബുക്ക് അവിടെ തന്നെ ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു, 10 മണിയാകുമ്പോൾ കൊണ്ടുവച്ച ബുക്ക് ഓരോ സെക്കൻഡ് ഇടവിട്ട് നിങ്ങൾ ടൈം കൂടുന്നതായിട്ട് കൺസിഡർ ചെയ്താലും
10 10 2 10 3 10 4 ഒക്കെ അത് ആ 1 മീറ്റർ ഹൈറ്റ് തന്നെ ആ പൊസിഷനിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയായിരിക്കും അതിന്റെ ഗ്രാഫ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പൊസിഷൻ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. കാരണം പൊസിഷൻ ഇപ്പൊ ഇവിടുത്തെ കോർഡിനേറ്റ് എടുക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ 1, വൈ ആക്സിസിലും 1. ഇവിടുത്തെ കോർഡിനേറ്റ് എടുക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ 2, വൈ ആക്സിസിൽ 1. ഇവിടുത്തെ കോർഡിനേറ്റ് എടുക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ 3, വൈ ആക്സിസിൽ 1. ഇവിടുത്തെ കോർഡിനേറ്റ് എടുക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ 4, 1. കണ്ടോ? പൊസിഷൻ കോർഡിനേറ്റും ചേഞ്ച് ചെയ്യുന്നില്ല. അത് തന്നെയാണ് ഈ ഗ്രാഫിന്റെ ഒരു ഫീച്ചർ. എന്താണ്? ഒരു ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ എഴുതാം. പൊസിഷൻ കോർഡിനേറ്റ് remains same. രണ്ടാമത്തെ ഡോട്ടില് ഗ്രാഫ് is a straight line parallel to time axis എന്ന് എഴുതാം. ശരിയല്ലേ? ഗ്രാഫ് is a straight line parallel to time axis എഴുതാം. ഓക്കെ. ഇനി സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. സ്ലോപ്പ് 0 ആണ്. ചരിവുണ്ടോ? ചരിവില്ല, നേരെ ആയിരിക്കുന്നത്. അപ്പൊ സ്ലോപ്പ് എന്താ? സ്ലോപ്പ് എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. അതും ഈ ഗ്രാഫിന്റെ ഫീച്ചറാണ്. അപ്പം പൊസിഷൻ ടൈം ഗ്രാഫിന്റെ കേസ് 1 ബോഡി അറ്റ് റെസ്റ്റിന്റെ ഗ്രാഫും അതിന്റെ ഫീച്ചറും വരച്ചു. ഇനി കേസ് 2 പോവാണ്. കേസ് 2 എന്ന് പറയുന്നത് ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി ആണ്. അപ്പൊ അത് ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. ബോഡി മൂവിങ് വിത്ത് നിങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാ. ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ബോഡി മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. അതിനകത്ത് ഈ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാർ എടുത്തിട്ട് കാറിൽ കയറി ഇരിക്കുകയാണ്. എന്നിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ 70 km/h ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫിനകത്ത് വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ലാത്ത ഒരു ബോഡിയുടെ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ എങ്ങനെ വരയ്ക്കും? യൂണിഫോം വെലോസിറ്റി എന്നാണ് പറയുന്നത് അല്ലേ? എങ്ങനെ വരയ്ക്കും? അവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ ഇല്ലേ? അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ വണ്ടിയിൽ കയറിയിരുന്നു, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ യാത്ര തുടങ്ങി. 10 AM യാത്ര തുടങ്ങി. ഇപ്പം നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ 0 മീറ്റർ ആയിട്ട് എടുക്കാം ഡിസ്റ്റൻസ്. 10:05 ആയപ്പോൾ നിങ്ങളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആയി. 10:10 ആയപ്പോൾ നിങ്ങളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 കിലോമീറ്റർ ആയി. 10:15 ആയപ്പോൾ നിങ്ങളുടെ ഡിസ്റ്റൻസ് 3 കിലോമീറ്റർ ആയി. യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കണം. കാരണം എന്താ? ഒരേ സമയത്ത് ഒരേ ഡിസ്റ്റൻസ് കവർ ചെയ്താലേ എന്ത് ചെയ്യത്തുള്ളൂ? യൂണിഫോം വെലോസിറ്റി ആവത്തുള്ളൂ. കാരണം ഇവിടെ 5 മിനിറ്റ് കൊണ്ട് കവർ ചെയ്തത് 1 കിലോമീറ്റർ, ഇവിടെയും 5 മിനിറ്റ് കൊണ്ട് കവർ ചെയ്തത് 1 കിലോമീറ്റർ, ഇവിടെയും 5 മിനിറ്റ് കൊണ്ട് കവർ ചെയ്തത് 1 കിലോമീറ്റർ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഓരോ കാര്യം ശ്രദ്ധിച്ചാൽ മതി. പൊസിഷൻ ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ടൈം 5 മിനിറ്റ് കൂടുമ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ചേഞ്ച് ചെയ്യുന്നില്ല. ഈ ഒരു കേസിൽ ഗ്രാഫ് വരച്ചാൽ എങ്ങനെയായിരിക്കും? നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഒരു എന്ത് വരയ്ക്കുന്നു? നമ്മളൊരു ഒരു 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 നമ്മൾ 5 മിനിറ്റോ അല്ലെങ്കിൽ 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ്, അത് അടുത്ത 10 സെക്കൻഡ്, അടുത്തത് 15 സെക്കൻഡ്, അടുത്ത 20 സെക്കൻഡ്, അടുത്തത് 30 സെക്കൻഡ്, അടുത്തത് 40 സെക്കൻഡ്, ഇങ്ങനെ പോവാം. അപ്പം ഇവിടെ നോക്കി, ആദ്യത്തെ 5 മിനിറ്റിൽ എന്റെ പൊസിഷന് 5 മീറ്റർ ആയിരുന്നു. മീറ്റർ പെർ സെക്കൻഡിൽ തന്നെ എടുക്കാമേ. 5 മീറ്റർ ആയിരുന്നു. അടുത്ത 5 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഡിസ്റ്റൻസ്, എന്റെ പൊസിഷൻ 10 മീറ്റർ ആയി. പിന്നെ അതായത് ഞാൻ സ്റ്റാർട്ടിൽ നിന്ന് 10 മീറ്റർ ആയി, അടുത്തതിൽ 15 മീറ്റർ ആയി, അടുത്തത് 20 മീറ്റർ ആയി, ഇങ്ങനെ പോവാം. അപ്പൊ ഗ്രാഫ് നോക്കി, ആദ്യത്തെ 5 സെക്കൻഡിൽ എന്റെ പൊസിഷൻ 5 മീറ്റർ. അടുത്ത 5 സെക്കൻഡ് കൂടിയപ്പോൾ, അതായത് മൊത്തം 10 സെക്കൻഡ് ആയപ്പോൾ എന്റെ ഇപ്പോഴത്തെ പൊസിഷൻ വീണ്ടും 5 കൂടി 10 മീറ്ററിലായി. ഓക്കെ. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവിടെ പൊസിഷൻ ആണ്, ഇവിടെ ടൈമാണ്. ഓക്കെ.
അടുത്തത് നോക്കിയോ, ഈ ഭാഗത്ത് വരും, അടുത്തത് ഈ ഭാഗത്ത് വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത്? ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് ടു ടൈം ആക്സിസ്. ടൈം ആക്സിസുമായിട്ട് ചരിഞ്ഞാണ് ഇരിക്കുന്നത്, പാസിംഗ് ത്രൂ ഒറിജിനെ. ഓക്കെ, അപ്പം ഇവിടുത്തെ ഫീച്ചർ പറയുവാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ്, നമുക്ക് വേണ്ട ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഒരു ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ എഴുതാം, ഗ്രാഫ് the graph is a straight line inclined to time axis. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ലോപ്പ് എന്താണെന്നുള്ളതാണ്. നമുക്ക് നോക്കാം. സാധാരണ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ രണ്ട് കോർഡിനേറ്റ് എടുത്ത് എഴുതണം. അപ്പൊ ഇവിടത്തെ കോർഡിനേറ്റ് 20ഉം 20ഉം, ഇവിടത്തെ കോർഡിനേറ്റ് 10ഉം 10ഉം. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ x1 ആയിട്ടും ഇതിനെ y1 ആയിട്ടും എടുക്കുക, ഇതിനെ x2 ആയിട്ടും ഇതിനെ y2 ആയിട്ടും എടുക്കുക, y കോർഡിനേറ്റ് x കോർഡിനേറ്റ്. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി എപ്പോഴും നമുക്ക് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണെന്ന് അറിയാമോ? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു change in y axis by change in x axis. അതായത് y2 minus y1 divided by x2 minus x1. അതായത് ചരിവ് കണ്ടുപിടിക്കാൻ. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയേ, y2 minus y1 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ കിട്ടുന്നത്? പൊസിഷന്റെ ചേഞ്ച് ആണ് കിട്ടുന്നത്, അല്ലേ? ശരിയല്ലേ? അപ്പം പൊസിഷന്റെ ചേഞ്ച് ആണ് കിട്ടുന്നത്. ഇത് ചെയ്താലോ, x2 minus x1 ചെയ്ത് കഴിഞ്ഞാൽ ടൈമിൽ ഉണ്ടാകുന്ന മാറ്റം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നല്ലേ കിട്ടുന്നത്. കാരണം പൊസിഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞ രീതിയിലാണ് കിട്ടുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ വരുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നല്ലേ വരിക, ആണല്ലോ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ആണ്. അപ്പം പൊസിഷൻ ടൈം ഗ്രാഫിന്റെ എന്താണ് സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഇങ്ങനെ എഴുതാം, സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് gives velocity. ഇവിടുത്തെ വാല്യൂ, വെലോസിറ്റിയുടെ വാല്യൂ നമുക്ക് എത്ര കണ്ടുപിടിക്കാൻ അറിയോ? 20 മൈനസ് 10 ബൈ 20 മൈനസ് 10. അപ്പൊ നമുക്ക് 10 ബൈ 10 കിട്ടും. 1 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഇപ്പം ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേറൊരു വഴിയും കൂടെ ഉണ്ട്. ഈ ഇൻക്ലൈൻ ചെയ്തിരിക്കുന്ന ഈ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ഈ ആംഗിൾ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഇതിന്റെ ടാൻ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഈ തീറ്റ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ തീറ്റയുടെ ടാൻ വാല്യൂ കണ്ടുപിടിച്ചാലും നമുക്ക് സ്ലോപ്പ് കിട്ടും. ഓൾസോ സ്ലോപ്പ് ഈസ് ഈക്വൽ, അതും കൂടെ വേണമെങ്കിൽ എഴുതാം. ഓൾസോ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ടാൻ തീറ്റയുടെ വാല്യൂ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം. ഈ അളവൊക്കെ തന്നിരിക്കുന്നത് കൃത്യം അളവല്ല കേട്ടോ. ചിലപ്പോൾ ഈ ടാൻ തീറ്റയുടെ വാല്യൂവും അല്ലെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റിന്റെ വാല്യൂവും തമ്മിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരേ വാല്യൂ കിട്ടണമെന്നൊന്നുമില്ല. ഞാൻ റാൻഡം ആയിട്ട് കുറച്ച് ഇതങ്ങ് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് പോയിന്റ് ഒക്കെ മാർക്ക് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ ആംഗിൾ എത്രയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല, ഇങ്ങനെ വരച്ചത്. അപ്പം അതൊന്നും വെച്ച് കൺസിഡർ ചെയ്യേണ്ട, ജസ്റ്റ് ഇതൊരു എക്സാമ്പിൾ ആണ്, കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? ഇവിടെ സ്ലോപ്പ് അല്ല, തീറ്റ, ഈ തീറ്റ ഇതും കൂടെ കൊടുത്തേക്കണം. ഈ അവിടെ ഡോട്ട് ഇട്ട് കൊടുക്കണ്ട, ഒരു ആരോ പോലെ ഇട്ടാൽ മതി, സൈഡ് ആരോ. ഇഫ് തീറ്റ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ അവിടുത്തെ വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും. വെലോസിറ്റി ഈസ് പോസിറ്റീവ്, ഇൻക്രീസിങ് ആയിരിക്കും വെലോസിറ്റി. ഇനി ഇഫ് തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇത് ലോജിക്കലി പ്രൂവ് ചെയ്ത് കാണിക്കാം. നോക്കൂ, ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ഗ്രാഫിന്റെ തീറ്റ കണ്ടോ, ഇതാണ് തീറ്റ. ഇത് എന്തായാലും 90 ഡിഗ്രിനെക്കാട്ടും കുറവാണ്. അപ്പൊ ഇത് പോസിറ്റീവ് വെലോസിറ്റി ആകട്ടോ, വെലോസിറ്റി കൂടി പോവാം. ഓക്കെ, ഇനിയും ഒരു ഡോട്ട് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ
ഒരു അല്ലെ പോട്ടെ ഒരു ഗ്രാഫ് തന്നെ ഇവിടെ തന്നെ ഇതിന്റെ താഴെ തന്നെ റഫ് ആയിട്ട് വരച്ചു. പൊസിഷനെ നമുക്ക് എക്സാക്ട് കൊടുക്കാം, ടൈമിനെ നമുക്ക് ടി ആയിട്ട് പൊസിഷൻ ടൈം ഗ്രാഫായി. എനിക്ക് ഒരു ഗ്രാഫ് വരച്ചപ്പോഴത്തേക്കും ആ ഗ്രാഫ് ഇങ്ങനെയാ വന്നത്, ഇങ്ങനെയാ ഗ്രാഫ് വന്നത്. ഇപ്പൊ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഇതാ, ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതായത് വെലോസിറ്റി ഡിക്രീസ് ചെയ്യാൻ കണ്ടോ ഗ്രാഫിന് താഴോട്ടായി. ഇതാണ് ആ കേസ്. ഇത്രയേ ഉള്ളൂ ആ ഭാഗം. അറിയത്തില്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കണം, ചോദിച്ച് ക്ലിയർ ആക്കിയിട്ടേ പോകാവൂ. എക്സ്പ്ലെയിൻ ചെയ്യോ? ഏതാ എവിടെ മോനെ പറയണ്ടേ? ഏത് ഭാഗം പറയണ്ടെന്ന് പറഞ്ഞു? പോയോ? ഓൾസോ സ്ലോപ്പ് ഇല്ലേ അതിന്റെ അവിടെ തൊട്ട് താഴോട്ട്. ഓക്കെ, അവിടെ തൊട്ട് പറയണം. ഇവിടെ ശ്രദ്ധിച്ചോ, അതായത് സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ സാധാരണ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ. എന്താ? y2 - y1 രണ്ട് കോർഡിനേറ്റ് കണ്ടുപിടിച്ചിട്ട് ചരിവ് അല്ലെങ്കിൽ ചരിഞ്ഞ് വരച്ചിരിക്കുന്ന ഗ്രാഫില് രണ്ട് കോർഡിനേറ്റ് മാർക്ക് ചെയ്തിട്ട് അതിന്റെ x കോർഡിനേറ്റ് y കോർഡിനേറ്റ് മാർക്ക് ചെയ്തിട്ട് y2 - y1 / x2 - x1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് സ്ലോപ്പ്. ഇവിടെ സ്ലോപ്പ് എടുക്കുമ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമുക്കത് വെലോസിറ്റിയാണ്. അതായത് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുക്കുവാണെങ്കിൽ നമുക്ക് വെലോസിറ്റി കിട്ടും. എന്നാൽ ഈ കോർഡിനേറ്റ് ഒന്നും തന്നിട്ടില്ല, പകരം ആ ഇൻക്ലൈൻ ചെയ്തിരിക്കുന്ന ആംഗിൾ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആ ആംഗിളിന്റെ ടാൻ വാല്യൂ എടുത്താലും എനിക്ക് എന്ത് തന്നെ കിട്ടും? സ്ലോപ്പ് അഥവാ വെലോസിറ്റി കിട്ടും. അപ്പം അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, തീറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ, അതായത് ഇപ്പം സാധാരണ ഒരു ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ഇങ്ങനെ വരും, ഇതല്ലേ ഇത് തീറ്റ, ഈ തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി അല്ലേ? അപ്പൊ ഗ്രാഫ് ഇങ്ങനെയാ പോകുന്നതെങ്കിൽ അതിനർത്ഥം എന്താ? തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയാ പോകുന്നതെന്ന് അർത്ഥം. അതായത് വെലോസിറ്റി പോസിറ്റീവ് ആണെന്നർത്ഥം. ഇനിയും ഗ്രാഫ് ഇതാണ് എക്സ് ആക്സിസ്, ഗ്രാഫ് ഇങ്ങനെയാണ് വന്നത്. അപ്പൊ എന്താ? ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്. അപ്പോ കണ്ടോ, മോളിൽ നിന്ന് താഴോട്ടായിരിക്കും ഗ്രാഫ് വരുന്നത്, ഗ്രാഫ് നെഗറ്റീവ് ഗ്രാഫ് ആയിരിക്കും. അപ്പം വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കും. കണ്ടോ, ഇതിങ്ങനെ മോളിൽ നിന്ന് താഴോട്ടാണ് ഗ്രാഫ് വരുന്നത്, അപ്പൊ വെലോസിറ്റി നെഗറ്റീവ് ആണ്. അതായത് വെലോസിറ്റി കുറയുവാന്നർത്ഥം. നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് വെലോസിറ്റി കുറയുന്നു, മറ്റേത് വെലോസിറ്റി കൂടുന്നു. ഈ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറയുകയാകാം കൂടുകയാകാം, ശരിയല്ലേ? അതായത് ഞാന് 10 മണിയായപ്പം എന്റെ സ്പീഡ് 50, 10:05 എന്റെ സ്പീഡ് 55ആയി, 10:10 എന്റെ സ്പീഡ് 60ആയി, 10:15 65ആയി, 70ആയി. ഇനി തിരിച്ചും വരാമല്ലോ, 10 മണിക്ക് എന്റെ സ്പീഡ് 70, 10:05 എന്റെ സ്പീഡ് 60, 10:10 എന്റെ സ്പീഡ് 70 കഴിഞ്ഞാൽ പിന്നെ 5 വെച്ച് നോക്കും. അപ്പൊ 70 അത് കഴിഞ്ഞാൽ പിന്നെ 65, അത് കഴിഞ്ഞാൽ പിന്നെ 50, അത് 60, പിന്നെ 55, പിന്നെ 50, 45, 40, 50, അങ്ങനെ താഴോട്ട് പോകുമ്പോൾ എന്താ? അവിടെ വെലോസിറ്റി കുറഞ്ഞു വരുവാണ്, പക്ഷെ അപ്പോഴും യൂണിഫോം വെലോസിറ്റി തന്നെയാണ്. ആ കേസിൽ വെലോസിറ്റി നെഗറ്റീവ് ആണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്, മറ്റേത് മുകളിലോട്ടുള്ള ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്, താഴോട്ടുള്ള ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആണോ? ആരാ ചോദിച്ചത്? ദേവദർശായിരുന്നു. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിന്റെ കേസ് 3ലേക്ക് പോവാണ്. കേസ് 3 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ബോഡി മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ബോഡി മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ഈ യൂണിഫോം ആക്സിലറേഷൻ എന്താന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കണം. വെലോസിറ്റി ഒരേ എമൗണ്ടിൽ കൂടി പോവുകയാണെങ്കിൽ ആക്സിലറേഷൻ യൂണിഫോം ആയിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ ഇപ്പോഴത്തെ വെലോസിറ്റി 50, ടൈം എന്ന് പറയുന്നത് ഞാൻ ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. 50 നിന്ന് 55 ആകാൻ വേണ്ടി ഞാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണ്. 55 നിന്ന് 60 ആകാൻ വേണ്ടി ഞാൻ എടുത്ത ടൈം എത്രയാണ്? വീണ്ടും 5 സെക്കൻഡ് ആണ്. 60 നിന്ന് 65 ആകാൻ വേണ്ടി ഞാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇന്റർവെല്ലിലുള്ള ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ a = v - u/t അല്ലേ? അങ്ങനെയാണെങ്കിൽ 55 - 5 / 5 എന്ന് വരും, അത്
1 meter per second square വരും. ഓക്കെ, അടുത്ത ഇന്റർവെൽ നോക്കി, അവിടെ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ 60 മൈനസ് 55 ഡിവൈഡ് ബൈ 5 അല്ലേ, അപ്പൊ അതും 5/5 തന്നെയല്ലേ, അതും 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ. കണ്ടോ അവിടെ ആക്സിലറേഷൻ കണ്ടോ, ഇവിടെ നോക്കിയാലും. അപ്പൊ ഇങ്ങനെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആകണമെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഒരേ എമൗണ്ടിൽ കൂടി പോകണം. 5 വെച്ച് കൂടി പോകണം, അല്ലെ 3 വെച്ച് കൂടി പോകണം, അല്ലെ 10 വെച്ച് കൂടി പോകണം, അങ്ങനെ ഒരേ ടൈമിൽ എന്നാൽ മാത്രമേ ആക്സിലറേഷൻ യൂണിഫോം ആവുകയുള്ളൂ. പക്ഷെ നമുക്കിവിടെ വരയ്ക്കേണ്ടത് ആക്സിലറേഷൻ യൂണിഫോം ആയിട്ടുള്ള ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. അപ്പൊ ഒരിക്കലും നമുക്ക് ആക്സിലറേഷൻ വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് ഒരേപോലെ കൂടി പോകുന്നു നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷെ പൊസിഷൻ എങ്ങനെയാണ് ചേഞ്ച് വരുന്നതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഗ്രാഫ് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ഒന്നും അല്ല. അപ്പൊ ഇവിടെ പൊസിഷൻ വരയ്ക്കുന്നു, ഇവിടെ ടൈം വരയ്ക്കുന്നു, എന്നിട്ട് ഇവിടെ എന്താ, ഇവിടെ ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരിക. അപ്പം ഇവിടെ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിച്ചാലും അത് വെലോസിറ്റി ആണ് കിട്ടുന്നത്. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ഇവിടത്തെ ആംഗിൾ കണ്ടുപിടിച്ചു, എന്നിട്ട് ടാൻ തീറ്റ കണ്ടുപിടിച്ചാൽ മതി. ടാൻ തീറ്റ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സ്ലോപ്പ് കിട്ടും. ഓക്കെ, ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, കാരണം മുകളിലോട്ടാണ് ഗ്രാഫ് വരുന്നത്. ഓക്കെ, അപ്പൊ ആക്സിലറേഷനും എന്താണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആക്സിലറേഷൻ ഈസ് എന്താണ്, ഈസ് ഓൾസോ എന്തായിരിക്കും, ഓൾസോ പോസിറ്റീവ്. എന്നാൽ വേറൊരു ഗ്രാഫ് ഇതുപോലെ തന്നെ വരച്ചു കാണിക്കാം. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഈ ആക്സിലറേഷൻ തിരിച്ചായാലോ, അതായത് നമ്മൾ ഈ 60 നിന്ന് 55 വന്നു 5 സെക്കൻഡ്, 55 നിന്ന് 50 വന്നു 5 സെക്കൻഡ്, 50 നിന്ന് 45 വന്നു 5 സെക്കൻഡിൽ. അപ്പോഴും നിങ്ങൾ ഓരോ ഇന്റർവെല്ലിലെ ആക്സിലറേഷൻ നോക്കുവാണെങ്കിൽ അത് സെയിം ആയിരിക്കും. പക്ഷെ അവിടെ ആക്സിലറേഷൻ എല്ലാം -1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫ്, അതായത് പൊസിഷൻ, ഇത് പൊസിഷൻ ആണ്, പൊസിഷൻ ഇത് ടൈം. അവിടെ നിങ്ങളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് കിട്ടുന്നത് തന്നെ ഇങ്ങനെ. അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം, എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഇതിന് ടാൻജന്റ് വരയ്ക്കണം. കണ്ടോ, ഒരു ടാൻജന്റ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ തീറ്റ കിട്ടും, ഇവിടത്തെ ഒരു ആംഗിൾ കിട്ടും. ഈ ആംഗിളിന്റെ ടാൻ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ സ്ലോപ്പ് കിട്ടും. ഇതിന്റെ ടാൻ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി, ടാൻ തീറ്റ, അതാണ് സ്ലോപ്പ്. ഓക്കെ, അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ആക്സിലറേഷൻ എന്തായിരിക്കും, ആക്സിലറേഷൻ ഈസ് ഓൾസോ എന്തായിരിക്കും, ഓൾസോ നെഗറ്റീവ്. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.